ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഫ നേഷൻസ് ലീഗ് കിരീടം പോർച്ചുഗൽ സ്വന്തമാക്കിയത് സ്പെയിനിനെ പരാജയപ്പെടുത്തിയിട്ടാണ്. ആവേശകരമായ ഫൈനൽ പോരാട്ടമാണ്. രണ്ട് ടീമുകളും 2 ഗോളുകളൊക്കെ സ്കോർ ചെയ്തു. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് സ്പെയിനിനെ പോർച്ചുഗൽ പരാജയപ്പെടുത്തിയത്. യുഎഫ നേഷൻസ് ലീഗ് കിരീടം ശരിക്കും പോർച്ചുഗൽ അറിയിച്ചിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രകടനമായിരുന്നു അവർ ഓരോ മത്സരത്തിലും കാഴ്ചവെച്ചത്. നമുക്കറിയാം 2024 യൂറോ കപ്പിലേക്ക് പോർച്ചുഗൽ എത്തുന്നത് കിരീട ഫേവറേറ്റുകളായിട്ടായിരുന്നു എത്തിയത്. റോബർട്ടോ മാർട്ടിനസ് എന്ന പുതിയ പരിശീലകന് കീഴിൽ അപ്രതീക്ഷിത കുതിപ്പാണ് ശരിക്കും യൂറോ യോഗ്യതാ മത്സരങ്ങളിൽ പോർച്ചുഗൽ ഏകദേശം 10 മത്സരങ്ങളോളം കാഴ്ചവെച്ചത്. യൂറോ കപ്പിലേക്ക് കിരീട ഫേവറേറ്റുകളായി എത്തിയ പോർച്ചുഗൽ ശരിക്കും ഫ്രാൻസിനെതിരെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് പരാജയപ്പെട്ട് പുറത്തു പോകുന്നത്. ശരിക്കും യുഎഫ നേഷൻസ് ലീഗ് കിരീടത്തിലെ ഈ ഒരു കണ്ട കാഴ്ച, ക്രിസ്ത്യാനോ റൊണാൾഡോ ട്രോഫിയുമായി നിൽക്കുന്ന ഈ കാഴ്ച ശരിക്കും 2024 യൂറോ കപ്പിൽ കാണേണ്ടതായിരുന്നു. അത്രയും മികച്ച ടീമായിരുന്നു ശരിക്കും പോർച്ചുഗൽ 2024 യൂറോ കപ്പിലേക്ക് എത്തിയത്. ആ ഒരു പരാജയത്തിന് ശേഷം ശരിക്കും പോർച്ചുഗൽ ടീമിൽ സഹതാരങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ആയിരുന്നു പുറത്തു വന്നിരുന്നത്. കരുത്തരായ ഫ്രാൻസിനെതിരെ ആയിരുന്നു പോർച്ചുഗൽ അന്ന് പരാജയപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം പലപ്പോഴും ആളുകളും ആരാധകരൊക്കെ മറന്നുപോയി. ആ ഒരു കാഴ്ച ശരിക്കും യുഎഫ നേഷൻസ് ലീഗിലാണ് ശരിക്കും നിലവിൽ കണ്ടിട്ടുള്ളത്. പോർച്ചുഗൽ ശരിക്കും റോബർട്ടോ മാർട്ടിനസ് എന്ന പരിശീലകന് കീഴിൽ ഏറ്റവും മികച്ച ടീമായി കഴിഞ്ഞു. 2026 ഫിഫ വേൾഡ് കപ്പിലേക്ക് എത്തുന്ന യൂറോപ്യൻ ടീമുകളിൽ ഏറ്റവും ആവേശകരമായ അല്ലെങ്കിൽ കിരീട സാധ്യത കൽപ്പിക്കുന്ന ടീമായി ശരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ മാറിയിട്ടുണ്ട്. മെൻഡസിന്റെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ്. ശരിക്കും യുഎഫ നേഷൻസ് ലീഗിൽ അദ്ദേഹം യൂറോ കപ്പിലും ഇതേ മികവ് പുലർത്തി. PSG വേണ്ടി യുഎഫ ചാമ്പ്യൻസ് ലീഗിലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഗോൾ അടിക്കുന്ന ഒരു ഡിഫൻഡർ കൂടിയാണ് മെൻഡസ്. എന്തായാലും പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം, റോബർട്ടോ മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളം 2026 ഫിഫ വേൾഡ് കപ്പിലേക്ക് ഏകദേശം 1 വർഷം മാത്രം ബാക്കി നിൽക്കെ തങ്ങളുടെ ടീം കാഴ്ചവെക്കുന്ന ഈ പ്രകടനം ശരിക്കും മാർട്ടിനസ് എന്ന പരിശീലകൻ ഏറ്റവും കൂടുതൽ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. CR7 ഒരു യുഎഫ നേഷൻസ് ലീഗ് കിരീടം കൂടി സ്വന്തമാക്കിയിരിക്കുന്നു. ഇതിഹാസങ്ങളെല്ലാം ശരിക്കും ഫിഫ വേൾഡ് കപ്പ് ഒക്കെ സ്വന്തമാക്കിയിട്ടാണ് വിട പറയാറുള്ളത്. ലയണൽ മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി 2022 ഫിഫ വേൾഡ് കപ്പ് സ്വന്തമാക്കി. 2026 ഫിഫ വേൾഡ് കപ്പ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കുന്ന ആ ഒരു സുന്ദര കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഇനി ആരാധകരൊക്കെ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി റോബർട്ടോ മാർട്ടിനസും ക്രിസ്ത്യാനോ റൊണാൾഡോയും മെൻഡസും ഒക്കെ അടങ്ങുന്ന പോർച്ചുഗലിന്റെ ടീം സജ്ജമാണ്. 2026 ഫിഫ വേൾഡ് കപ്പ് പ്രതീക്ഷയിലാണ് ശരിക്കും നിലവിൽ പോർച്ചുഗൽ.